അതാണ് ഖുർആനിന്റെ ഓത്തിന് ഒരു വശീകരണമുണ്ട്, ആശയങ്ങൾക്ക് വശീകരണമുണ്ടെന്നതിൽ തർക്കമില്ല ലോകത്ത്. ഖുർആൻ ഇപ്പോഴും ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന, അന്ധമില്ലാത്ത ആളുകളെ ശരിക്ക് ബോധം കൊടുത്ത് വളർത്തുന്ന അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഇപ്പോഴും പുതിയ പാഠങ്ങൾ വേണോ? ഖുർആനിലുണ്ട്. പുതിയ വിസ്മയങ്ങൾ അറിയണോ? ഖുർആനിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. അർത്ഥങ്ങളുടെ തലങ്ങൾ നോക്കിയാലൊന്ന് വേറെ. പാരായണത്തിന്റെ ഓത്തിന്റെ രസം കേട്ടിട്ട് ഉറങ്ങുന്ന സഹോദരിമാരെ എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വശ്യത എത്രയാണ്? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പാട്ടിലൊന്നല്ല ആനന്ദമുള്ളത്. ഏതെങ്കിലും അർദ്ധരത്നങ്ങളായ പെൺകുട്ടികൾ വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വലിയ DJ സെറ്റ് സംവിധാനം ചെയ്തിട്ട് മുട്ടും കൊട്ടും കൊരവയുണ്ടാക്കിയിട്ട് ഇപ്പുറത്തൊരു ആൺകുട്ടിയും അപ്പുറത്തൊരു പെൺകുട്ടിയും ഒരു പാതി വസ്ത്രം പുറത്തേക്ക് കീറിപ്പറിച്ച് കളഞ്ഞിട്ട് തുള്ളിയിട്ട് പാട്ട് പാടുന്ന, അതിലൊന്നല്ല ആനന്ദം. അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു കോപ്പ് കൂട്ടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. ഏറ്റവും വലിയ ആനന്ദം ഖുർആനിന്റെ ഓത്തിന്റെ മുന്നിലാ. എത്ര കാലമായ സഹോദരങ്ങളെ ഹറമിലെ ഇമാമിന്റെ ഓത്ത് കേട്ടിട്ടെപ്പോഴും എടുത്തിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യം ആ ഓത്തിന്! മക്കാ പള്ളിയിലെയും മദീന പള്ളിയിലെയും ആ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് രാജ്യങ്ങൾക്കും അല്ലാഹു കാവൽ നൽകട്ടെ. ആ രണ്ട് പവിത്ര ധന്യമായ രാജ്യങ്ങളിലെയും ഇമാമുകൾ ഓതുന്ന ഓത്തിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധ റമളാനിലെ 27-ാം രാവിലെ ആമീൻ പറയുന്നത്. ആ ഓത്ത് കേൾക്കാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ ഒരുമിച്ച് കൂടുന്നത് അവിടെ. ആസ്വാദനത്തിന് ഒരു കുറവില്ല. ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ ആനന്ദം അത് ഖുർആനിന്റെ ഓത്താണ്. അത്ര മനോഹരമുള്ള ഒന്ന് ലോകത്ത് പറയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും ഓതി കേൾക്കാൻ ആഗ്രഹിച്ച ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. വേറൊരാളെ നിർത്തിയിട്ട് തങ്ങൾ ഓതിപ്പിച്ചു. നിങ്ങൾ ഓതു, ഞാനൊന്ന് ഓത്ത് കേൾക്കട്ടെ. മറ്റൊരാളെ ഓത്ത് കേൾക്കുന്നത് എനിക്ക് ആനന്ദമാണെന്ന് പറഞ്ഞു തങ്ങൾ.